ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ 3ാം പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം അതിൽ നമ്മളിന്ന് 2 സാഹിത്യരൂപങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. രൂപങ്ങളാണ്. देखिए बच्चों, इस पाठ में 2 विधाएं हैं, कविता और उस कविता पर टिप्पणी. അപ്പം എന്തൊക്കെയാണ് 2 സാഹിത്യരൂപങ്ങൾ? ഒന്ന് കവിതയാണ്, പിന്നെ ഒന്ന് ആ കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ്. कविता तो श्री विनोद कुमार शुक्ल की है. कविता, हाँ बताइए. श्री विनोद कुमार शुक्ल की है. अर्थात അപ്പം കവിത എഴുതിയത് ആരാണ് ഇവിടെ? വിനോദ് കുമാർ ശുക്ല. അതായത് ഈ കവിതയുടെ കവി ആരാണ്? കവി കോൻ ഹെ? വിനോദ് കുമാർ ശുക്ല. हाँ, कवि कौन है बताइए आप. हाँ, विनोद कुमार शुक्ल. देखिए बच्चों, कविता है हताशा से एक व्यक्ति बैठ गया था. कविता का नाम क्या है? അപ്പോൾ കവിതയുടെ പേരെന്താണ്? ഹതാശസ് ഏക് വ്യക്തി ബൈറ്റ് ഗയാത്ത. ഹതാശസ് എന്ന് പറഞ്ഞാൽ നിരാശ, നിരാശയോടെ ഒരാൾ ഇരിക്കുന്നു. ബൈറ്റ് ഗയ എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിരാശയോടെ ഒരാൾ ഇരിക്കുന്നു, ഇതാണ് കവിതയുടെ പേര്. बताइए आप. हताशा से एक व्यक्ति बैठ गया था. अच्छा, उनकी इस कविता पर श्री नरेश सक्सेना ने एक टिप्पणी लिखी. देखिए അപ്പം ഈ കവിതയിൽ പറ്റി ഒരു ടിപ്പണി, ഒരു ആസ്വാദനക്കുറിപ്പും എഴുതിയിട്ടുണ്ട്. അതാരാണ് എഴുതിയിരിക്കുന്നത്? നരേഷ് സക്സേന. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം കവിത, വിനോദ് കുമാർ ശുക്ലിൻ്റെ ഹതാശാസ് ഏക് വ്യക്തി ബൈറ്റ് ഗയാ എന്ന് പറഞ്ഞ കവിതയും പിന്നെ ആ കവിതയുടെ ആസ്വാദനക്കുറിപ്പ്. അതാരാ എഴുതിയത്? നരേഷ് സക്സേന. यही है हमारा पाठ भाग. देखिए. अच्छा बच्चों, कविता की ओर जाने से पहले हमें चित्रकथा देखें या. അപ്പം നിങ്ങളുടെ പാഠഭാഗത്തിൽ ആ പേജ് നമ്പർ 15 ഉള്ളത് ഈ കവിത. അപ്പം നമുക്ക് പഠിക്കാം. പക്ഷെ കവിത പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ചിത്രകഥ കാണാം. छठी कक्षा के हमारे भाई बहनों की हिंदी पुस्तिका में है. जरा देखिए. देखिए बच्चों, चित्र में कौन कौन है बताइए आप. आप बताइए. ഈ ചിത്രത്തിൽ ആരൊക്കെയുണ്ട്? നിങ്ങളൊന്ന് പറഞ്ഞേ. चित्र में कौन कौन है? ആരൊക്കെയുണ്ട്? अच्छा, एक लड़की है. ഒരു പെൺകുട്ടിയുണ്ട്. और कौन है? പിന്നെ ആരാ ഉള്ളത്? और आप बताइए. एक दादा है. ഒരു അപ്പൂപ്പനും ഉണ്ട് അല്ലേ? देखिए वहां, देखिए एक पौधा भी है. कैसे लगता है? അപ്പം ഇവിടെ ആരൊക്കെയുണ്ട്? എക് ലഡ്കി, ലഡ്കി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി. എക് ദാദ, ദാദ എന്ന് പറഞ്ഞാൽ ഒരു അപ്പൂപ്പനുണ്ട്. പിന്നെ ഓർ എക് പോദാ ഭി ഹെ, പോദ എന്ന് പറഞ്ഞാൽ ചെടി, ഒരു ചെടിയും അവിടെ ഉണ്ട് ഈ ചിത്രത്തിൽ. आपने क्या कहा? पौधा सूखा खड़ा है. അപ്പം അതുപോലെ ആ ചിത്രത്തിൽ അവിടെ ഒരു ചെടി ഉണങ്ങിയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ടുണ്ട്. അവിടെ അപ്പൂപ്പനും ഉണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്, പിന്നെ ഒരു ചെടിയുണ്ട്. ആ ചെടി എങ്ങനെയാണ്? ഉണങ്ങി നിൽക്കുകയാണ്. बच्चों, हमारे दादा की परेशानी का कारण क्या होगा बता सकते हो? അപ്പോൾ ആ കഥയിലെ അപ്പൂപ്പൻ എങ്ങനെയാണ് പരേശാനായിട്ടായിരുന്നു ഇരിക്കുന്നത് അല്ലേ? വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷമത്തിൻ്റെ കാരണം എന്തായിരിക്കും? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? हाँ बताइए आप. दादा शायद प्यास से होंगे. ദാദാ ഷായത് പ്യാസേ ഹോങ്കെ. ചിലപ്പം അപ്പൂപ്പൻ ദാഹിച്ചിരിക്കുകയായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കും അങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. प्यास से होंगे. देखिए बच्चों, उनके पास कौन खड़ी है? ഇപ്പം നോക്കിക്കേ, ആ ദാദയുടെ കൂടെ ആരാ നിൽക്കുന്നത്? ഒരു പെൺകുട്ടിയാണ് അല്ലേ? एक लड़की. आपने क्या बताया? हाँ, लड़की. एक लड़की है. देखिए लड़की क्या करती है? हाँ, लड़की बोतल का पानी दादा को देती है. അപ്പം നിങ്ങൾ ആ ചിത്രത്തിൽ നോക്കിക്കേ, ആ പെൺകുട്ടി എന്താണ് ചെയ്യുന്നത്? പെൺകുട്ടി അവളുടെ കയ്യിലുള്ള ബോട്ടിലുള്ള വെള്ളം ദാദായ്ക്ക് കൊടുക്കുകയാണ് അല്ലേ? അപ്പൂപ്പന് കൊടുക്കുകയാണ്. कारण क्या होगा? അതിന് കാരണം എന്തായിരിക്കും? क्योंकि वो जानती है
कि दादा को पानी की जरूरत है. ആ കാരണം വോ ജാൻതി ഹേ, അവൾക്കറിയാം എന്താ അപ്പൂപ്പന് വെള്ളത്തിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ജലത്തിൻ്റെ ആവശ്യമുണ്ടെന്ന്. അതുകൊണ്ട് അവൾ അവളുടെ ബോട്ടിലും വെള്ളവും കൂടി അപ്പൂപ്പന് കൊടുക്കും. हाँ, देखिए बच्चों, बोतल का पानी मिलने पर दादा पहले क्या करते हैं? അത് നിങ്ങൾ ഈ ചിത്രത്തിലോട്ട് നോക്കിയേ. ആ ബോട്ടിലും വെള്ളവും കിട്ടിയപ്പോൾ ദാദ ആദ്യം എന്തുവാ ചെയ്തത്? ആ വെള്ളം കുടിക്കുവാണോ ചെയ്തേ? ചെടിക്ക് വെള്ളം ഒഴിക്കുന്നല്ലേ? चित्र देखिए, നിങ്ങൾ പറയൂ. बताइए. हाँ हाँ ठीक है, बताइए. मुरझाए पौधे को कुछ पानी देते हैं. तो बताइए. അപ്പോൾ ഉണങ്ങി നിന്ന ആ ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ആ ദാദ അല്ലേ? ദാഹിച്ചിരുന്നിട്ട് പോലും ആ ദാദ വെള്ളം കിട്ടിയപ്പോൾ ആദ്യം ആ ഉണങ്ങി നിന്ന ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. दादा पौधे को पानी क्यों देते हैं? അപ്പോൾ എന്തിനായിരിക്കും അപ്പൂപ്പൻ ആ ചെടിക്ക് വെള്ളം ഒഴിച്ചത്? बताइए. പറയൂ. हाँ, क्योंकि दादा जानते हैं कि पौधे को पानी की जरूरत है. ആ അപ്പം ദാദായ്ക്ക് അറിയാം. ദാദാ ജാനത്തെ ഹേ പോതേക്കോ പാനിക്ക് സെറൂരത്ത്. ആ ചെടിക്ക് പാനിയുടെ സെറൂരത്ത് അല്ലെങ്കിൽ പാനിയുടെ ആവശ്യം, ജലത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് ദാദായ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ദാദ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തത്. यहाँ पौधा सूखने लगा है. ഇവിടുത്തെ ചെടി ഉണങ്ങാൻ തുടങ്ങിയിരുന്നു. लटकी जानती है कि दादा को पानी की जरूरत है. दादा जानते हैं कि पौधे को पानी की जरूरत है. ആ അപ്പം പെൺകുട്ടിക്ക് എന്തറിയായിരുന്നു? അപ്പൂപ്പന് വെള്ളം വേണമായിരുന്നു അല്ലേ? അപ്പൂപ്പൻ ദാഹിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി പെൺകുട്ടി അപ്പൂപ്പന് വെള്ളം നീട്ടി. അപ്പൂപ്പൻ എന്തറിയായിരുന്നു? ആ ചെടി ഉണങ്ങി നിൽക്കുകയായിരുന്നു, അതിന് വെള്ളം വേണമെന്നല്ലേ? അങ്ങനെ അപ്പൂപ്പൻ ചെടിക്ക് വെള്ളം ഒഴിച്ചു. ഇവിടെ ഈ ചിത്രകഥയിൽ നമ്മൾ എന്തൊക്കെയാ കണ്ടത്? ഒന്ന് പറഞ്ഞേ, എന്താ കണ്ടത്? ആ, വിവശനായ മുത്തച്ഛന് നിൽക്കുന്ന ചെടിക്ക് ആദ്യം എന്ത് ചെയ്തു? അല്പം എന്ത് മനസ്സിലായി? സ്നേഹം, സഹാനുഭൂതി, സഹായിക്കാനുള്ള मनोभावम ले. हाँ, देखिए, प्यार का मनोभाव, सहानुभूति का मनोभाव और सहायता करने का मनोभाव. ആ അപ്പം ഈ കഥയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്? പ്യാർ കാ മനോഭാവം അല്ലേ? സ്നേഹത്തിൻ്റെ ഒരു മനോഭാവം, അതുപോലെ മറ്റുള്ള സഹജീവികളോടുള്ള സഹാനുഭൂതി, അതുമാത്രമല്ല പിന്നെ സഹായത് കർണേക്ക മനോഭാവം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം. देखिए बच्चों, यही मनुष्यता है, यही मनुष्यता है. ആ അപ്പം കുട്ടികളെ ഇതാണ് മനുഷ്യത്വം. ആ പെൺകുട്ടിക്ക് മനുഷ്യത്വം തോന്നിയിട്ടാണ് അപ്പൂപ്പന് വെള്ളം കൊടുത്തല്ലേ? ആ അപ്പൂപ്പന് മനുഷ്യത്വം തോന്നിയിട്ടാണ് ചെടിക്ക് വെള്ളം ഒഴിച്ചത്. അപ്പോൾ ഇതിനാണ് മനുഷ്യതാഹേ. ഇത് മനുഷ്യതയാണ്. ഹി മനുഷ്യതാഹേ, ഇത് മനുഷ്യത്വമാണ്. अब हम कविता पढ़ेंगे. നമുക്കിനി കവിത പഠിക്കാം. कविता का नाम है हताशा से एक व्यक्ति बैठ गया था. അപ്പോൾ കവിതയുടെ പേരാണ് നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നു. कविता का नाम क्या है? കവിതയുടെ പേരെന്താ? बताइए. हताशा से एक व्यक्ति बैठ गया था. और कवि हैं विनोद कुमार शुक्ला. कवि का नाम क्या है? അപ്പോൾ കവിയുടെ പേരെന്താണ്? വിനോദ് കുമാർ ശുക്ല. അദ്ദേഹത്തിൻ്റെ ജനനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനുവരി 1, 1937 മധ്യപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചത്. बताइए, विनोद कुमार शुक्ला. अब हम इस कविता की पहली 6 पंक्तियां जरा सुने. ഓക്കെ, ഇനി നമുക്ക് ഈ കവിതയുടെ ആദ്യത്തെ 6 വരികൾ ഒന്ന് കേട്ടു നോക്കാം. आशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. इसलिए मैं उस व्यक्ति के पास गया. मैंने हाथ बढ़ाया. मेरा हाथ पकड़कर वो खड़ा हुआ. यहाँ देखिए बच्चों, कवि ने एक व्यक्ति को देखा, है ना? കുട്ടികളെ, അപ്പോൾ ഇവിടെ കവി ഒരു വ്യക്തിയെ കണ്ടു അല്ലേ? उस व्यक्ति के बारे में कवि क्या क्या बताते हैं?
ആ വ്യക്തിയെ പറ്റി കവി എന്തൊക്കെയാണ് പറയുന്നത്? बताइए। നിങ്ങളൊന്ന് പറഞ്ഞേ. हाँ ठीक है, आप बताइए। हताशा से एक व्यक्ति बैठ गया था। ആ ठीक है। നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നു. देखिए, वो व्यक्ति हताशा या निराशा से बैठ गया था। ആ വ്യക്തി ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശയാണ്. അപ്പം ഹതാശ അല്ലെങ്കിൽ നിരാശയോടെ ഇരിക്കുകയായിരുന്നു. हाँ, हताशा का अर्थ क्या है? ഹതാശയുടെ അർത്ഥം എന്താണ്? निराशा। നിരാശ. हताशा माने നിരാശ. निराशा। फिर बताइए, कवि क्या कहते हैं? हाँ, പിന്നെന്താണ് കവി പറഞ്ഞത്? व्यक्ति को मैं नहीं जानता था। ആ कवि कहते हैं വ്യക്തിക്കോ മേ നഹി ജാൻതാ. കവി എന്താ പറഞ്ഞത്? ആ വ്യക്തിയെ എനിക്കറിയില്ല. അവിടെ ഇരിക്കുന്ന ആളെ കവിക്ക് അറിയില്ല. व्यक्ति को मैं नहीं जानता था। हाँ वही है, व्यक्ति कवि के लिए अपरिचित था, है ना? വ്യക്തി കവിക്ക് അപരിചിതനായിരുന്നു അല്ലേ? വ്യക്തിക്ക് ആ കവിയെ അറിയില്ലായിരുന്നു. ഉസ് വ്യക്തിക്കോ കവി നെഹി ജാൻതേ തെ. ആ വ്യക്തിയെ കവിക്ക് അറിയില്ലായിരുന്നു. उस व्यक्ति को कवि नहीं जानते थे। व्यक्ति को कवि नहीं जानते थे, लेकिन उस व्यक्ति के बारे में कवि क्या जानते थे? പക്ഷേ കവിക്ക് ആ വ്യക്തിയെ പറ്റി വേറെന്തറിയായിരുന്നു? व्यक्ति के बारे में क्या जानते थे? देखिए, कवि उसकी हताशा या निराशा को जानते थे। ആ ठीक है। കവിക്ക് നിരാശയെ പറ്റി അറിയാം. അയാൾ നിരാശനായിട്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ നിരാശനായിട്ടിരുന്നപ്പോൾ കവിക്ക് നിരാശയെ പറ്റി അറിയായിരുന്നു അല്ലേ? अब सोचिए, कवि ने आगे क्या किया होगा? क्या ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചേ, കവി എന്തായിരിക്കും ചെയ്തത് ഇങ്ങനെ നിരാശനായ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ? वे उसे देखकर ही यूं चले गए? नहीं, तो बताइए कवि ने क्या किया? അയാളിങ്ങനെ നിരാശയോടെ ഇരിക്കുന്ന കണ്ടപ്പം കവി അങ്ങ് അവിടെ നിന്ന് പോയോ? ഇല്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ കവി എന്താണ് ചെയ്തത്? ഒന്ന് പറഞ്ഞേ. जरा कवि के शब्दों में देखें। കവിയുടെ വാക്കുകളിൽ നമുക്കൊന്ന് കേട്ട് നോക്കാം. मैंने हाथ बढ़ाया, मेरा हाथ पकड़कर वो खड़ा हुआ। ആ മേനെ ഹാത്ത് ബെടായ. ഞാൻ കൈ നീട്ടി. ഇരിക്കുന്ന ആൾക്ക് കൈ നീട്ടിക്കൊടുത്തു കവി അല്ലേ? മേരെ ഹാത്ത് പകഡ്കർ, അതായത് കവിയുടെ കൈ പിടിച്ചിട്ട്, പകഡ്കർ എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നുള്ളതാണ്. കൈ പിടിച്ചിട്ട് വഹ് കടാഹുവ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുക. അപ്പം കവിയുടെ കൈ പിടിച്ച് അദ്ദേഹം, അല്ലെങ്കിൽ കവിയുടെ കരങ്ങൾ പിടിച്ച് അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. समझ गए ना? അപ്പം മനസ്സിലായോ? कवि ने क्या किया? അപ്പം കവി എന്താ ചെയ്തത്? कवि ने ഹാത്ത് उस ബെട. अपरिचित व्यक्ति का हाथ पकड़ा। ആ അപ്പോൾ കവി കവിക്ക് അപരിചിതനായിട്ടുള്ള ആ വ്യക്തിക്ക് എന്താണ്, അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു അല്ലേ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചു. तब उस अपरिचित व्यक्ति ने क्या किया? അപ്പം ആ അപരിചിതനായ വ്യക്തി എന്താണ് ചെയ്തത്? കവി കൈ പിടിച്ചപ്പോൾ हाँ, कवि का हाथ पकड़ा और खड़ा हो गया। അപ്പോൾ കവിയുടെ കയ്യിൽ അദ്ദേഹം പിടിച്ചിട്ട് എഴുന്നേറ്റ് നിന്നു. कवि ने सच्चे मन से उस निराश अपरिचित व्यक्ति की सहायता करनी चाहिए। അപ്പോൾ കവി എന്താ ഇവിടെ ചെയ്തത്? സത്യസന്ധമായ മനസ്സുകൊണ്ട് ആ കവി ആ അപരിചിതനായ വ്യക്തിയെ സഹായിക്കാൻ ശ്രമിച്ചു അല്ലേ? उस व्यक्ति ने कवि की सहायता स्वीकार कर ली। अब അപ്പം क्या सोच കവി അദ്ദേഹത്തെ സഹായിക്കാൻ ശ്രമിച്ചപ്പോൾ അപരിചിതനായ വ്യക്തി ആ സഹായം സ്വീകരിച്ചു. हैं? क्या वो निराश अपरिचित व्यक्ति कवि को जानता था? ആ നിരാശനായ വ്യക്തിക്ക് കവിയെ അറിയാമായിരുന്നോ? जानता था। അറിയായിരുന്നോ? आगे की पंक्तियां देखिए। ബാക്കി വരികൾ നമുക്ക് നോക്കാം. मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था। हम दोनों साथ चले, दोनों एक दूसरे को नहीं जानते थे, साथ चले। മുച്ചെ വഹ് നെഹി ജാൻതാത്ത. എന്നെ, അപ്പോൾ കവി വീണ്ടും കവിയുടെ വാക്കുകളാൽ പറയുകയാണ്,
എന്നെ അയാൾക്ക് അറിയില്ലായിരുന്നു. ആ അപരിചിതനായ വ്യക്തിക്ക് കവിയെ അറിയില്ലായിരുന്നു. മേര ഹാത്ത് ബഡാനെ കെ ജാൻതേ തേ. അത് കവി കൈ നീട്ടിയത് മാത്രമേ അയാൾക്ക് അറിയുകയുള്ളായിരുന്നു. ഹം ദോനോ സാത്ത് ചലെ. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് നടന്നു. ദോനോ ഏക് ദൂസരെ കോ നെഹി ജാൻതേ തേ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലായിരുന്നു. സാത്ത് ചലനേക്കോ ജാൻതേ തേ. ഒരുമിച്ച് നടക്കുന്നത് മാത്രമേ അവർക്ക് അറിയുള്ളായിരുന്നു. को जानते थे। देखिए बच्चों, मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था। हम दोनों साथ चले। दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे। अब बताइए, वो अपरिचित व्यक्ति क्या कवि को जानता था? ആ ഇനി നിങ്ങൾ പറഞ്ഞേ, ആ അപരിചിതനായ വ്യക്തിക്ക് കവിയെ അറിയാമായിരുന്നോ? वो अपरिचित व्यक्ति कवि को नहीं जानता था, അറിയില്ലായിരുന്നു അല്ലേ? पर वो व्यक्ति कवि की सहायता चाहता था, है ना? പക്ഷേ കവിയുടെ സഹായം സ്വീകരിച്ചു. സഹായിക്കുന്ന മനസ്സിനെ അറിയാമായിരുന്നു അല്ലേ? हाँ, वो व्यक्ति शायद कवि के मन की सच्चाई को भी समझता था। ആ ഒരുപക്ഷെ ആ അപരിചിതന് കവിയുടെ മനസ്സിലെ സച്ചായി, സത്യസന്ധത, സഹായിക്കാനുള്ള ആ സത്യസന്ധത മനസ്സിലായി കാണും അല്ലേ? वो जानता था कि कवि क्यों हाथ बढ़ा रहे हैं। അയാൾക്ക് അറിയാം, അയാൾക്ക് കവിയെ അറിയില്ലെങ്കിൽ പോലും കവി എന്തിനാണ് അയാൾക്ക് നേരെ കൈ നീട്ടുന്നതെന്നുള്ളത് അയാൾക്ക് അറിയാമായിരുന്നു. इसलिए उस अपरिचित व्यक्ति ने क्या किया? അതുകൊണ്ട് അയാൾ എന്താണ് ചെയ്തത്? बताइए, उस अपरिचित व्यक्ति ने क्या किया? उस अपरिचित व्यक्ति ने कवि का हाथ पकड़कर खड़ा हो गया। അപ്പം ആ അപരിചിതനായ വ്യക്തി എന്തു ചെയ്തു? കവിയുടെ കയ്യിൽ പിടിച്ചിട്ട് എഴുന്നേറ്റ് നിന്നു. हाँ, वो जानता था कि सच्चे अर्थों में कवि अपनी सहायता करना चाहते थे। क्या അപ്പം അയാൾക്കറിയായിരുന്നു കവി അയാളെ സത്യസന്ധമായി സഹായിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. दोनों एक दूसरे को जानते थे? അവർക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നോ? नहीं नहीं, ഇല്ലല്ലേ? दोनों एक दूसरे को नहीं जानते थे। രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. देखिए हम पर कवि क्या कहते हैं, जरा पढ़िए। കവി എന്താ പറയുന്നത്? നമുക്കൊന്ന് വായിക്കാം. दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे। ആ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലായിരുന്നു. ഇരുവർക്കും ഒരു ബന്ധവും ഇല്ലായിരുന്നു. പക്ഷേ ഒരുമിക്കുക, ഒന്നിച്ച് നടക്കുന്നത്, അതിനെ അവർക്ക് അറിയാമായിരുന്നു. कितनी बड़ी भावना है। എന്ത് ഭാവനയാണല്ലേ? यदि मनुष्य एक दूसरे की सहायता करेंगे तो हम साथ साथ चलेंगे। ആ അപ്പം യദി മനുഷ്യ ഏക് ദൂസരേക്ക് സഹായത കരേംഗെ തോ ഹം സാത്ത് സാത്ത് ചലേംഗെ. അതായത് മനുഷ്യർ മറ്റുള്ളവരെ സഹായിക്കുകയാണെങ്കിൽ, അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് പോകാനാകും. हे बच्चों, मनुष्य एक दूसरे की सहायता करेंगे तो हम साथ साथ चलेंगे। देखिए, यदि हमें केवल किसी से सहानुभूति माने सिंपैथी ही है तो उसे क्या फायदा, क्या प्रयोजन है? അപ്പോൾ കുട്ടികളെ, നമുക്ക് ആരോടെങ്കിലും ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ ഒരു സിമ്പതി ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനമാണുള്ളത്? तो बच्चों, सहानुभूति से हमारे मन में केवल दूसरे के प्रति करुणा उत्पन्न होती है। അപ്പം നമുക്കിങ്ങനെ സിമ്പതി, മറ്റുള്ളവരോട് സഹാനുഭൂതി ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളോട് എന്ത് തോന്നും? കരുണ തോന്നും അല്ലേ? है ना? सहानुभूति से हमारे मन में दूसरे के प्रति करुणा उत्पन्न होती है। നമ്മളുടെ उള്ളിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുണ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സഹാനുഭൂതി അല്ലെങ്കിൽ സിമ്പതി ഉണ്ടാവുന്നത്. लेकिन बच्चों, जरा सोचिए, ये समानुभूति, ये अनुताप माने एम्पैथी क्या है? बता सकते हो? बताइए। यहाँ कवि के मन में जो भाव उठा था वो क्या सहानुभूति है या अनुताप है? माने सिंपैथी है या एम्पैथी? അപ്പം
ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സഹാനുഭൂതി അല്ലെങ്കിൽ ഈ എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കവിക്ക് ഉണ്ടായിരുന്നത് സിമ്പതി ആയിരുന്നോ എമ്പതി ആയിരുന്നോ? हाँ बताइए। बिल्कुल ठीक है, समानुभूति या अनुताप माने एम्पति। देखिए, समानुभूति या अनुताप। എമ്പതി എന്ന് പറഞ്ഞാൽ സമാനുഭൂതി. ഇവിടെ കവിക്ക് ഉണ്ടായിരുന്നതും എമ്പതിയാണ്. അതായത് മറ്റുള്ളവരുടെ ഫീലിംഗ് നമ്മൾക്കും ഉണ്ടാകും എന്നുള്ള ഒരു തോന്നൽ, അതിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതും അത് തന്നെയാണ്, എമ്പതിയാണ്. माने एम्पति। तो बच्चों, समानुभूति या अनुताप माने एम्पति से हम किसी की सहायता जरूर करेंगे। അപ്പം നമുക്ക് സമാനുഭൂതിയും സഹാനുഭൂതിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് സിമ്പതിയും എമ്പതിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് മറ്റൊരാളുടെ വിഷമം മനസ്സിലാക്കി അയാളോട് തോന്നുന്ന ഒന്നാണ് സിമ്പതി. ഇനി എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ വിഷമം അതേപോലെ നമുക്കും സംഭവിക്കാമല്ലോ എന്നുള്ളൊരു തോന്നൽ, അതുകൊണ്ടുണ്ടാകുന്ന ആ തോന്നലിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ സമാനുഭൂതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹിന്ദിയാണ് എമ്പതിയുടെ. സമാനുഭൂതി യാ അനുതാപ് മാനെ എമ്പതി സെ ഹം കിസിക്ക് സഹായത സറൂർ കരെങ്കെ. അപ്പം നമുക്ക് അങ്ങനെ എമ്പതി തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും മറ്റുള്ളവരെയും സഹായിക്കും. അതായത് നമുക്കും അങ്ങനെ ഒരു അവസ്ഥ നാളെ ഉണ്ടാകാം എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ സഹായിക്കും, അല്ലേ? समानुभूति या अनुताप माने एम्पति से हम किसी की सहायता जरूर करेंगे। तो देखिए बच्चों, इस कविता में कितनी उदात्त भावना है, वो भी कितने सरल रूप में व्यक्त किया गया है. അപ്പോൾ ഇവിടെ കവിക്ക് എന്ത് രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത്, അല്ലേ, ഓരോ കാര്യങ്ങൾ. പക്ഷെ അത് എത്ര സരളമായിട്ട് എത്ര ലളിതമായ ഭാഷയിലാണ്, അതായത് പെട്ടെന്ന് തന്നെ വായിച്ചാൽ മനസ്സിലാവുന്ന ലളിതമായ ഒരു ഭാഷയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ ലളിതമായ ഭാഷയിൽ ഒരുപാട് ഭാവനകൾ കാണാൻ പറ്റുന്നുണ്ട്. अब हम जरा कविता एक बार सुने. ഇനി നമുക്ക് കവിത ഒന്നുകൂടി കേൾക്കാം. एक व्यक्ति बैठ गया था. विनोद कुमार शुक्ल. हताशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. इसलिए मैं उस व्यक्ति के पास गया. मैंने हाथ बढ़ाया. मेरा हाथ पकड़कर वो खड़ा हुआ. मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था. हम दोनों साथ चले. दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. आपकी पाठ्य पुस्तक में QR कोड स्कैन करने से कविता सुन सकते हैं. അപ്പോൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു QR കോഡുണ്ട് ഈ കവിതയുടെ. അപ്പോൾ ആ QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കവിത കേൾക്കാൻ പറ്റും. कविता कैसी लगी? നിങ്ങൾക്ക് കവിത ഇഷ്ടപ്പെട്ടോ? घर में बैठकर कविता आराम से बार बार पढ़ें. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് ആരാംസെ, അതായത് പതുക്കെ പതുക്കെ ഇരുന്ന് ആ കവിതയെല്ലാം വായിച്ച് പഠിക്കണം കേട്ടോ. കുഞ്ഞുങ്ങളെ, നമ്മൾ ഇവിടെ എന്താ കണ്ടത്? കവി അയാളുടെ നേരെ സഹായഹസ്തം നീട്ടുന്നു. देखिए बच्चों, अब मैं कविता से संबंधित कुछ प्रश्न पूछूं. ഇനി ഈ കവിതയെ പറ്റിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. उत्तर बता सकते നിങ്ങൾ हो? ഉത്തരം പറയണം. अच्छा, तैयार है? തയ്യാറാണോ? तैयार है ना? तो बताइए. പറയൂ. देखिए, कवि ने किसको देखा? परिचित व्यक्ति को या अपरिचित व्यक्ति को? ആദ്യത്തെ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. കവിനെ കിസ്കോ ദേഖ. കവി ആരെയാണ് കണ്ടത്? പരിചിത വ്യക്തി. കവിക്ക് പരിചയമുള്ളൊരു വ്യക്തിയെയാണോ അപരിചിത വ്യക്തിക്കോ? അപരിചിത വ്യക്തിയെയാണോ കണ്ടത്, പരിചിത വ്യക്തിയാണോ കണ്ടത്? നമ്മൾ ആരെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത്? അപരിചിത വ്യക്തി, അല്ലേ? അപ്പം കവി ആരെ കണ്ടത്? അപരിചിത വ്യക്തി. बताइए आप. बताइए, आपने क्या कहा? हाँ, ठीक है, कवि ने अपरिचित व्यक्ति को देखा. कवि ने अपरिचित व्यक्ति को देखा. वो व्यक्ति कैसे बैठा था? അടുത്ത ക്വസ്റ്റ്യൻ. വോ വ്യക്തി, വഹ് വ്യക്തി, ആ മനുഷ്യൻ
കേസെ ബൈഠാത്ത എങ്ങനെയായിരുന്നു ഇരുന്നത്? നിരാശ ഹോക്കർ, സന്തുഷ്ട ഹോക്കർ. നിരാശയോടെയാണോ ഇരുന്നത് അതോ സന്തോഷത്തോടെയാണോ ഇരുന്നത്? നിരാശയോടെയാണല്ലേ, നിരാശ് ഹോക്കർ. निराश होकर या संतुष्ट होकर? आप बताइए, निराश होकर या संतुष्ट होकर? हाँ ठीक है, वो व्यक्ति निराश होकर बैठा था। वो व्यक्ति निराश होकर बैठा था। उस निराश व्यक्ति को देखकर कवि ने क्या किया? चुपचाप അടുത്ത ക്വസ്റ്റ്യൻ. ആ നിരാശനായ വ്യക്തിയെ കണ്ടിട്ട് കവി എന്താണ് ചെയ്തത്? ചുപ് ചാപ്പ് ചലേഗേ, ഒന്നും മിണ്ടാതെ അവിടുന്ന് നടന്നു നീങ്ങി. അതാണോ ഉത്തരം? അതോ ഉസ്കി ഓർ ഹാത്ത് ബഡായ, അയാൾക്ക് വേണ്ടി സഹായഹസ്തം നീട്ടി, സഹായകരങ്ങൾ നീട്ടി. ഏതാ ചെയ്തത്? വെറുതെ ഒന്നും മിണ്ടാതെ അങ്ങ് നടന്നു പോയോ അതോ അദ്ദേഹത്തിന് സഹായഹസ്തം നീട്ടിക്കൊടുക്കുകയാണോ ചെയ്തത്? ഉസ്കി ഓർ ഹാത്ത് ബഡായ അല്ലേ, അദ്ദേഹത്തിൻ്റെ നേരെ കൈ നീട്ടിക്കൊടുത്തു. चलेगी या उसकी ओर हाथ बढ़ाया? सही उत्तर क्या है? आप बताइए, सही उत्तर क्या है? हाँ बिल्कुल ठीक है, उसकी ओर हाथ बढ़ाया। देखिए, दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे। इसका मतलब क्या है? അടുത്ത ക്വസ്റ്റ്യൻ. ദോനോ ഏക് ദൂസരെ കോ നഹി ജാനത്തെ തെ, സാത്ത് ചലനെ കോ ജാനത്തെ തെ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലായിരുന്നു, ഒരുമിച്ച് നടക്കാനായിരുന്നു അറിയാവുന്നത്. ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഹമേ കിസി ബി മനുഷ്യക്ക് സഹായത കർണി ചാഹിയെ, ഹമേ കേവൽ പരിചിത വ്യക്തിക്ക് സഹായത കർണി ചാഹിയെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്, നമ്മൾക്ക് എന്താണ് ഹമേ കിസി ബി മനുഷ്യക്ക് സഹായത കർണി ചാഹിയെ, ഏതെങ്കിലും എല്ലാ മനുഷ്യർക്കും സഹായം ആവശ്യമാണെങ്കിൽ സഹായം ചെയ്യണം, അതാണോ അതിൻ്റെ അർത്ഥം? അതോ ഹമേ കേവൽ പരിചിത വ്യക്തിക്ക് സഹായത കർണി ചാഹിയെ, നമുക്ക് പരിചയമുള്ളവർക്ക് മാത്രം നമ്മൾ സഹായം ചെയ്താൽ മതിയോ? എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ ഈ കവിതയിലെ വരികളിൽ തന്നെ പറയുന്നുണ്ട്, ദോനോ ഏക് ദൂസരേസെ കോ നഹി ജാനത്തെ തെ, രണ്ടുപേർക്കും അറിയില്ലായിരുന്നു അല്ലേ, അപ്പോൾ പരിചിത വ്യക്തിക്ക് മാത്രമാണോ സഹായം കൊടുത്തേക്കുന്നത്? അല്ല, ഹമേ കിസി ബി മനുഷ്യക്ക് സഹായത കർണി ചാഹിയെ. അപ്പോൾ അതിൻ്റെ ഉത്തരം ഹമേ കിസി ബി മനുഷ്യക്ക് സഹായത കർണി ചാഹിയെ. देखिए, हमें किसी भी मनुष्य की सहायता करनी चाहिए या हमें केवल परिचित व्यक्ति की सहायता करनी चाहिए. सही उत्तर क्या है? बताइए, सही उत्तर क्या है? हाँ, हमें किसी भी निराश या संकट में पड़े व्यक्ति की सहायता जरूर करनी चाहिए. अब हम इस कविता पर लिखी टिप्पणी की ओर चलें. അപ്പോൾ ഈ കവിതയെപ്പറ്റി എഴുതിയിരിക്കുന്ന ഒരു ആസ്വാദനക്കുറിപ്പ് നമുക്ക് പഠിക്കാം അടുത്തതായിട്ട്. टिप्पणी लिखने वाले साहित्यकार हैं श्री नरेश सक्सेना. അപ്പോൾ ടിപ്പണി എഴുതിയത് ആരാന്നറിയോ? നരേഷ് സക്സേന. कौन है? श्री नरेश सक्सेना. देखिए, यही है नरेश सक्सेना. ഇതാണ് നരേഷ് സക്സേന. तो हम आगे क्या पढ़ने जा रहे हैं? ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? हताशा से एक व्यक्ति बैठ गया था. विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी. അപ്പോൾ കവിതയുടെ പേരെന്തായിരുന്നു? ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാത്ത. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിനോദ് കുമാർ ശുക്ലിൻ്റെ ഈ കവിതയുടെ ഒരു ടിപ്പണിയാണ്. ആരാണ് എഴുതിയത്? നരേഷ് സക്സേന. टिप्पणी का पहला भाग देखें. ആദ്യ ഭാഗം നോക്കാം ടിപ്പണിയുടെ. पाठ्यपुस्तक में पन्ना संख्या 15 विनोद कुमार शुक्ला अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात हैं, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. सबसे पहले श्री नरेश सक्सेना ने कविता की कुछ खूबियों या विशेषताओं का वर्णन किया है. അപ്പോൾ ആദ്യം തന്നെ നരേഷ് സക്സേന എഴുതിയിരിക്കുന്ന എന്താണ്? കവിതയെ പറ്റിയുള്ള കുറച്ച് വിശേഷണങ്ങളുടെ വർണ്ണനയാണ് നടത്തിയിരിക്കുന്നത്. जरा एक एक करके बताइए. എന്തൊക്കെയാണെന്ന് നോക്കിയേ, बताइए. പറയൂ, നിങ്ങളത് പറയൂ. उसकी कविताएं मौलिक है.
അദ്ദേഹത്തിൻ്റെ കവിത മൗലികമാണ് അല്ലേ, മൗലിക ബോധമുള്ള കവിതകളാണ്, कविताएं കവിതയാണ്. मौलिक है. अच्छा ये तो बताइए मौलिक क्या है, बता सकते हो? അപ്പം നിങ്ങളൊന്ന് പറഞ്ഞേ മൗലിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? देखिए मौलिक का अर्थ है ओरिजिनल. मौलिक का अर्थ है ओरिजिनल. മൗലിക്കിൻ്റെ അർത്ഥം എന്താണ്? ഒറിജിനൽ, യഥാർത്ഥം, യഥാർത്ഥം എന്നുള്ള അർത്ഥമാണ്. अर्थात जो किसी का अनुकरण न करके अपनी ही कल्पना के अनुसार लिखी हो. तो मौलिकता का അതിൻ്റെ അർത്ഥം അദ്ദേഹം എന്താണ്, സ്വന്തം ഭാവനയിൽ നിന്ന് എഴുതി, മറ്റുള്ളവരുടെ ഒന്നും അനുകരിക്കാതെ സ്വന്തമായി എഴുതിയ ഒറിജിനൽ കണ്ടന്റാണ് അദ്ദേഹത്തിൻ്റെ अर्थ കവിതയ്ക്കുള്ളത്. क्या है? मौलिक होने का भाव माने ओरिजिनलिटी. क्या है? मौलिक होने का भाव माने, हाँ बताइए, ओरिजिनलिटी. तो दूसरी विशेषता क्या है? അപ്പോൾ ആദ്യത്തെ വിശേഷത ഇതാണ് പറഞ്ഞത്, മൗലിക് ഭാവ്, അതായത് ഒറിജിനൽ ആയിട്ടുള്ള കാര്യമാണ് എഴുതിയിരിക്കുന്നത്, മറ്റുള്ളവരെ ഒന്നും അനുകരിച്ചല്ല എഴുതിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ വിശേഷത എന്താണെന്ന് നോക്കാം. बताइए. നിങ്ങൾ പറയൂ. उनकी भाषा की अनगढ़ता है. हाँ, उनकी कविता में भाषा की अनगढ़ता है. ये अनगढ़ता माने क्या है? അപ്പോൾ അടുത്ത രണ്ടാമത്തെ വിശേഷത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ അൻഘടത. അൻഘടത എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? हाँ, अनगढ़ता माने स्वाभाविकता. അൻഘടത എന്ന് പറഞ്ഞാൽ സ്വാഭാവികത. അപ്പം അദ്ദേഹത്തിൻ്റെ കവിതയുടെ സ്വാഭാവികതയെ പറ്റിയാണ് രണ്ടാമത് നരേഷ് സക്സേന വിശേഷിപ്പിച്ചിരിക്കുന്നത്. तो उनकी कविताओं में भाषा की स्वाभाविकता है. आगे देखिए, नरेश सक्सेना ने कवि विनोद कुमार शुक्ल की एक और विशेषता बताई है. जरा पढ़िए. അപ്പം നരേഷ് സക്സേന മറ്റൊരു വിശേഷതയും കൂടി പറഞ്ഞിട്ടുണ്ട്, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. കാവ്യശില്പത്തിൻ്റെ സിദ്ധ കവിയായിട്ടും അദ്ദേഹത്തെ കാണുന്നുണ്ട്. काव्य शिल्प के सिद्ध कवि की तरह दिखाई देते हैं. आप काव्य शिल्प कहीं सुना है? क्या है काव्य शिल्प? നിങ്ങൾ കാവ്യശില്പം എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താണ് കാവ്യശില്പ്? देखिए बच्चों, हर साहित्यकार की अपनी एक शैली होती है ना. उस शैली के माध्यम से वे अपने भावों, विचारों, कल्पनाओं आदि की अभिव्यक्ति करते हैं. അപ്പം എന്താണ് കാവ്യശില്പി എന്ന് പറഞ്ഞാൽ, എല്ലാ എഴുത്തുകാർക്കും അല്ലെങ്കിൽ സാഹിത്യകാർക്കും അവരുടേതായ ഒരു ഭാഷാ ശൈലിയുണ്ടല്ലേ. അപ്പോൾ അവരതനുസരിച്ചാണ്, അവരുടെ വിചാരങ്ങളും ഭാവങ്ങളും ഒക്കെ അനുസരിച്ചാണ് എഴുതുന്നത്. प्रकट करते हैं, इसी को शिल्प कहते हैं. അപ്പം അവരുടെ ചിന്തകളും വിചാരങ്ങളും ഒക്കെയാണ് അവർ കവിതയിലൂടെ അല്ലെങ്കിൽ മറ്റെഴുതുന്ന കാര്യങ്ങളിലൂടെയും പ്രകടിപ്പിക്കുന്നത്. ഇതിനെയാണ് ശില്പി എന്ന് പറയുന്നത്. अंग्रेजी में कुछ लोग शिल्प को क्राफ्ट कहते हैं. तो ഇംഗ്ലീഷിൽ ഈ ശില്പത്തിന് അവർ ക്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരാളുടെ സ്വന്തം വിചാരങ്ങൾ, ഇപ്പം നമ്മൾ എൻ്റെ ചിന്തകളും വിചാരങ്ങളും എൻ്റെ കവിതയിലൂടെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളൊരു രീതി, അതിനെയാണ് കാവ്യശില്പി എന്ന് പറയുന്നത്. कुछ लोग ടെക്നിക് कहते हैं. കുഞ്ഞുങ്ങളെ, കാവ്യശില്പം എന്താണെന്ന് മനസ്സിലായോ? സാഹിത്യകാരന്മാര്, പ്രത്യേകിച്ച് കവികൾ, തങ്ങളുടെ ഭാവവിചാരങ്ങൾ, സങ്കല്പങ്ങൾ ഇവ പ്രകടിപ്പിക്കുന്നതിന് വാക്കുകളെ തങ്ങളുടെ സർഗശേഷി അനുസരിച്ച് പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നു. ഇതിന് നമുക്ക് കാവ്യശില്പം എന്ന് പറയാം. ഏതുപോലെയാണോ ഒരു ശില്പി മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്നത്, അതുപോലെ ഒരു കവി വാക്കുകൾ കൊണ്ട് മനോഹരമായ കാവ്യശില്പങ്ങൾ നിർമ്മിക്കുന്നു. तो यहाँ नरेश सक्सेना क्या कहना चाहते हैं? അപ്പോൾ ഇവിടെ നരേഷ് സക്സേന എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? हाँ, विनोद कुमार शुक्ल का काव्य शिल्प अनुपम है, उदात्त है. इसका मतलब है
जरा सोचकर बताइए। हाँ, बताइए अब। अपने भाव विचारों को व्यक्त करने की उनकी एक विशेष शैली है। അപ്പം ഇവിടെ നരേഷ് സക്സേന എന്താണ് പറഞ്ഞിരിക്കുന്നത്? കവി ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാവവിചാരങ്ങളെയൊക്കെ പ്രകടിപ്പിക്കുന്നു, വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ടല്ലേ? प्रभावशाली तरीका है, समझ गए? तो देखिए, विनोद कुमार शुक्ला अपने भाव विचारों को सशक्त या प्रभावशाली ढंग या रीति से अभिव्यक्त या प्रकट करते हैं। सब समझ गए क्या? അപ്പം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വിനോദ് കുമാർ ശുക്ല അദ്ദേഹത്തിൻ്റെ അതായത് അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഭാവവിചാരങ്ങളെല്ലാം നന്നായിട്ട് തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതൊരു പ്രഭാവശാലി ടങ് യാ രീതിസെ, ഒരു അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലിയിലൂടെ അദ്ദേഹത്തിന് പ്രകടമാക്കിക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? या प्रभावशाली ढंग या रीति से अभिव्यक्त या प्रकट करते हैं। सब समझ गए क्या? നിങ്ങൾക്കെല്ലാം മനസ്സിലായോ? अच्छा, आगे पाठभाग देखिए। बाकी कविता देखो। के अर्थ इतने सहज और साफ हैं कि उन्हें व्याख्या की दरकार नहीं है। सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कर देते हैं। देखिए बच्चों, आगे वे क्या कहना चाहते हैं, बता सकते हैं? हाँ, അപ്പോൾ എന്താണ് നരേഷ് സക്സേന ഇപ്പോൾ ബാക്കി മുമ്പോട്ട് പറഞ്ഞത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? वही प्रस्तुत कविता की विशेषताएं जरा एक एक करके बताइए। ഈ കവിതയുടെ വിശേഷത തന്നെയാണ് അത്. ഒന്നുകൂടി പറയൂ, ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറയൂ. कविता की विशेषताएं क्या क्या हैं? എന്തൊക്കെയാണ് വിശേഷത? हाँ, कविता के अर्थ सहज या स्वाभाविक और साफ या सरल है। उन्हें व्याख्या की दरकार नहीं है। यहाँ दरकार का मतलब बता सकते हैं क्या? दरकार का मतलब क्या है? കവിതയുടെ അർത്ഥം സാഫ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ്. വളരെ ക്ലിയർ ആയിട്ട് തന്നെ അർത്ഥം അദ്ദേഹം ഇതാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ തന്നെയാണ് അദ്ദേഹം കവിത എഴുതിയിരിക്കുന്നത്. ദർക്കാറിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ? देखिए, जरा पाठ्य पुस्तक का शब्दकोश देखकर बताइए। നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ശബ്ദകോശം ഒന്ന് നോക്കിക്കേ. ദർക്കാർ എന്ന് പറഞ്ഞാൽ ആവശ്യകത. देखिए, दरकार माने जरूरत, आवश्यकता, नेसेसिटी। देख लिया? तो बताइए, दरकार यानी जरूरत। तो समझ गए बच्चों? कविता का अर्थ तो सरल है, उसे समझने के लिए विशेष व्याख्या की जरूरत नहीं है। അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് കവിതയുടെ വാക്കുകൾ വളരെ സരളമാണ്, ലളിതമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേക വാക്കുകളുടെ, വിശേഷ വാക്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലാണ് കവിത എഴുതിയിരിക്കുന്നത്. ठीक है ना? कविता के सारे अर्थ तो हमारी समझ में है ना? അപ്പോൾ കവിതയുടെ അർത്ഥം अब मैं आपसे മനസ്സിലായില്ലേ? कुछ प्रश्न पूछूं, उत्तर बता सकते हैं? അപ്പോൾ കവിതയുടെ അർത്ഥമെല്ലാം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ? ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം നിങ്ങൾ പറയാമോ, ഉത്തരം പറയാമോ? कवि ने अपरिचित व्यक्ति को किस स्थिति में देखा, बताइए। हाँ, हताशा या निराशा की स्थिति में। അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കവിനെ അപരിചിത വ്യക്തിക്കോ കിസ് സ്ഥിതിമേ ദേക്ക. അപരിചിത വ്യക്തിയെ ഏത് സ്ഥിതിയിലാണ് കവി കണ്ടത്? ഹതാശായ നിരാശാക്കി സ്ഥിതിമേ. ഒരു നിരാശ അവസ്ഥയിലിരിക്കുന്ന അപരിചിത വ്യക്തിയാണ് കവി കണ്ടതല്ലേ? ആ അവസ്ഥയിൽ, നിരാശ അവസ്ഥയിലായിരുന്നു അപരിചിത വ്യക്തി ഇരുന്നത്. क्या कवि इसके पहले उसे जानते थे? കവിക്ക് ആ വ്യക്തിയെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല, आइए, नहीं, ഇല്ലായിരുന്നല്ലേ? कवि इसके पहले उस निराश व्यक्ति को नहीं जानते थे। ഇതിനു മുമ്പ് കവി അദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. उस निराश व्यक्ति के पास जाकर कवि ने क्या किया, നിരാശ വ്യക്തിയുടെ അടുത്ത് നിന്നിട്ട് കവി എന്താണ് ചെയ്തത്? बताइए।
പറയൂ. ठीक है, आपने क्या बताया? कवि ने उस निराश व्यक्ति की ओर हाथ बढ़ाया. ആ കവി എന്ത് ചെയ്തു? ആ നിരാശ വ്യക്തിക്ക് തൻ്റെ കരങ്ങൾ നീട്ടി അല്ലെങ്കിൽ കൈ നീട്ടി കൊടുത്തു. क्यों? അതെന്തിനാ? क्योंकि वे उसकी सहायता करना चाहते थे. കാരണം കവി അദ്ദേഹത്തെ दोनों സഹായിക്കാൻ साथ साथ चलने लगे. क्या वे परिचित थे? കാരണം കവി ആ വ്യക്തി നിരാശനായിട്ടിരിക്കുന്ന വ്യക്തിയെ സഹായിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് കൈ നീട്ടിയത്. അവർ രണ്ടുപേരും എന്നിട്ട് എന്ത് ചെയ്തു? ഒരുമിച്ച് നടക്കാൻ തുടങ്ങി അല്ലേ? नहीं, दोनों अपरिचित थे. देखिए बच्चों, हम दोनों साथ चले. कौन कौन? ആ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. ആരൊക്കെ? ഹം ദോനോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും. സാച്ചലേ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് നടന്നു. കോൻ കോൻ ഇവിടെ ആരൊക്കെയാണ് ഒരുമിച്ച് നടന്നത്? കവി ഓർ നരേഷ് സക്സേന, കവി ഓർ ഹതാഷ് വ്യക്തി. കവിയും നരേഷ് സക്സേനയും കൂടാണോ ഒരുമിച്ച് നടന്നത്? അതോ കവിയും നിരാശനായ വ്യക്തിയും കൂടിയാണോ ഒരുമിച്ച് നടന്നത്? ആരൊക്കെയായിരുന്നു? ആ കവിയും ഹതാഷ് വ്യക്തിയും അല്ലേ? कवि और नरेश सक्सेना या कवि और हताश व्यक्ति? सही उत्तर क्या है बताइए. हाँ सही है, कवि और हताश व्यक्ति. यहाँ हम कौन कौन हैं? ഇവിടെ ഹം അതായത് ഞങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? कवि और हताश व्यक्ति. ആ കവിയും നിരാശനായ വ്യക്തിയും. इस कविता के टिप्पणीकार कौन है? ഈ കവിതയുടെ ടിപ്പണി എഴുതിയത് അല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പ് എഴുതിയത് ആരാണ്? हाँ ठीक है, टिप्पणीकार श्री नरेश सक्सेना. ആ നരേഷ് സക്സേനയാണ് അല്ലേ? अब आप ये प्रश्न देखिए. व्यक्ति को न जानने पर भी कवि ने उसकी मदद के लिए हाथ बढ़ाया. इससे हमें कौन सा संदेश मिलता है? ആ വ്യക്തിക്കോ ഞാൻ ജാന്നെ പർ വ്യക്തിയെ അറിയാനിട്ട് കൂടി കവി എന്താണ് ആ വ്യക്തിക്ക് സഹായം നൽകി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് സന്ദേശമാണ് കിട്ടുന്നത്? ക്യാ സന്ദേശം മിൽത്താ ഹേ? കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാൻ കഴിയില്ലേ? ഉത്തരം എഴുതി നിങ്ങളുടെ ടീച്ചറെ കാണിക്കണേ. ഈ പാഠവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചറിനോട് ചോദിക്കാൻ മറക്കണ്ട. तो एक बार फिर कविता पढ़कर देखें. അപ്പോൾ എല്ലാവരും കവിത ഒന്നുകൂടി വായിച്ചു നോക്കുക, ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരവൊക്കെ എഴുതുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.